Photo College. ഹലോ Layout. ഡിയേഴ്സ്, നമ്മുടെ വാട്സപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമുക്കറിയാം വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഫോട്ടോസ് കൊളാഷ് പോലെ ഇടാം. അതായത് ലേ ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വാട്സപ്പിൽ കിട്ടിയില്ലെങ്കിൽ ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. വാട്സപ്പിൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഫോട്ടോസ് നമ്മൾ കൊളാഷ് ചെയ്തിട്ട് വെക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വാട്സപ്പ് എടുക്കുക, വാട്സപ്പിൽ നമ്മൾ അപ്ഡേറ്റ് എടുക്കുക, അപ്ഡേറ്റിൽ നമ്മൾ ക്യാമറ ബട്ടൺ ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലേ ഔട്ട് എന്ന ഓപ്ഷൻ കാണാം. മുകളിൽ ഏറ്റവും മുകളിൽ പുതിയതായിട്ട് വന്നൊരു അപ്ഡേറ്റ് ആണ്. അപ്പം നമ്മൾ അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗാലറിയിൽ നമ്മളെ ഫോട്ടോസ് നമുക്ക് ഇഷ്ടമുള്ള അത്ര നമുക്ക് സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ താഴെ തന്നെ നമുക്കൊരു എന്താ പറയുക ലേ ഔട്ടിന്റെ പല ഒരു മോഡൽസും കാണാം. ഏത് തരം ലേ ഔട്ടാണ് നമുക്ക് വെക്കേണ്ടതെന്ന് നമുക്ക് ഇത് വേണമെങ്കിൽ സൂമിനും സൂം ഔട്ടും ആക്കട്ടോ, ഫോട്ടോസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം താഴത്തെ ലേ ഔട്ടിൽ നിങ്ങൾ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും നമ്മുടെ ഫോട്ടോ കൊളാഷ് ആയിട്ട് വരുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫോട്ടോസൊക്കെ നമുക്ക് കൊളാഷ് ആക്കി വെച്ചിട്ട് നമുക്ക് അതിൽ നമ്മൾ പഴയ പോലെ തന്നെ സ്റ്റിക്കേഴ്സ്, അതുപോലെ തന്നെ ലെറ്റേഴ്സ്, അതുപോലെ ലൊക്കേഷന്, പിന്നെ അങ്ങനെയുള്ള എല്ലാ സംഗതിയും നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ പഴയ പോലെ നമുക്ക് മ്യൂസിക്, നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് അതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ബർത്ത്ഡേയോ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഏതെങ്കിലും സെലിബ്രേഷനൊക്കെ വരുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കൊളാഷ് ആക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്ക് റൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്, പക്ഷേ ഇതെല്ലാം നമുക്ക് കൊളാഷിൽ കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നിങ്ങളുടെ വാട്സപ്പിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പ്ലേ സ്റ്റോറിൽ പോയിട്ടും ജസ്റ്റ് ഒന്ന് വാട്സപ്പ് എടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.